രാവിലത്തെ അലാറം കുഞ്ചിയായിരുന്നു. അവൾക്ക് കാത്തു കയറാനായിട്ട് അവളാണ് വിളിച്ചുണർത്തിയത്. ചാച്ചൻ രാവിലെ വഴക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പു രാവിലെ ഭയങ്കര മൗനമായിട്ട് കിടക്കുന്നു. എന്താണെന്നറിയില്ല. സ്കൂട്ടർ ഇന്നലെ വാങ്ങിയതാണ്, ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല. മഴയില്ലെങ്കിൽ ഇന്ന് തിരിച്ചു കൊടുക്കണം. 2-3 ദിവസമായി വൈകിട്ട് അടുപ്പിച്ച് മഴയുള്ളതുകൊണ്ട് ചൂടിന് കുറച്ച് ശമനമുണ്ട്. കൂടാതെ മഴ പെയ്തതുകൊണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാട് വെട്ടിയ സ്ഥലമാണിത്. ഇവിടെ എല്ലാം വൃത്തിയായിട്ടുണ്ട്. ആടിയാനിൽ എത്തിയപ്പോൾ നമ്മുടെ പയ്യനോടെ ഇപ്പുണ്ട്. ശരിക്കും അവന്റെ പേരെന്താണെന്ന് ഇതുവരെ ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം വണ്ടി നിർത്തി അവന്റെ പേരൊന്ന് ചോദിക്കണം. റോഡിലെ ഈ ഒരു സാധനം ചാടിക്കടക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ഓഫീസിലെത്തിയപ്പോഴാണ് HR ക്ഷീണമുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒരു ട്രിപ്പ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രിപ്പ് തീർന്നപ്പം HR ഉഷാറായി. ഓഫീസിലെത്തിയ ശേഷം ഉച്ച കഴിഞ്ഞ് മൈലപ്രയ്ക്ക് പോയി. മൈലപ്രയിൽ എന്താണെന്നല്ലേ, ഇതാണ് മൈലപ്ര വലിയ പള്ളി. ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ പെരുന്നാൾ നടക്കുകയാണെന്നുള്ള കാര്യം. ഇന്നിവിടെ വെച്ചൂട്ട് നേർച്ചയാണ്. ഞാൻ പറഞ്ഞതുപോലെ ജാതി മതമില്ലാതെ എല്ലാവരും വന്ന് സഹകരിക്കുന്ന ഒരു പള്ളിയാണിത്. ഇതുപോലെ ഒരുപാട് കഥകൾ ഞങ്ങളുടെ നാടിനെ പറ്റി പറയാനുണ്ട്. ഏകദേശം ഒരു 2 മണിക്ക് ശേഷം കാണുന്ന ആളുകളാണ് ഇത്രയും നിൽക്കുന്നത്. തിരിച്ച് ഓഫീസിലെത്തി ഒരു 3 മണി കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം മഴ കാണാനായി പുറത്തിറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് റോഡിൽ സൂസ് നിൽക്കുന്നത് കാണുന്നത്. മഴ കൊള്ളാൻ നിൽക്കുവാണോ അതോ റോന്ത് വിറ്റാൻ പോയിട്ട് വരുവാണോ? എന്തായാലും വെളച്ചിലും നല്ലത്, എന്താ പറയണ്ടേ. മഴ കഴിഞ്ഞ് സാൽമോൻ ചേട്ടൻ്റെയും ജോബിൻ്റെയും ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി പുറത്തുപോയി. ഡ്രൈവ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഇടയ്ക്ക് വാങ്ങി ഓടിക്കാറുണ്ട്. തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇടിയും മഴയും തുടങ്ങിയിരിക്കുന്നു. മഴയുടെ ശക്തി കണ്ടിട്ട് ഉടനെ തീരുമെന്ന് തോന്നുന്നില്ല. ഇനി നിന്ന് കഴിഞ്ഞാൽ താമസിക്കുമെന്ന് കരുതിക്കൊണ്ട് റെയിൻകോട്ട് ഇട്ട് പതിയെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ലൊരു മഴയോടുകൂടി ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.